വണ്ടിക്ക് ആവറേജ് വില എത്ര കിട്ടുന്നത്? 13-14 ആ രീതിയിൽ. 13 എന്തായാലും കിട്ടുന്നുണ്ട് ഈ റോഡിൽ. ലോങ് പോകുമ്പോൾ ഒരു 15-16 ഒക്കെ. ഇപ്പോൾ 2 വർഷം ആവുന്നു. 25,000. സർവീസ് കോസ്റ്റ് ഫസ്റ്റ് സർവീസ് എത്രയാ? 3,000 അങ്ങനെ എന്തായിട്ടുള്ളൂ. 3,000 4,000 ഇടില്ല, ആ റേഞ്ചിലാണ് ഫസ്റ്റ് സർവീസിനായത്. അത് 10,000. 20,000 ഓരോ 10,000 കഴിയുമ്പോഴാണ് സർവീസ് വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ സർവീസ് 20,000 വരുന്നത് അറൗണ്ട് ഒരു 11,000 ആ റേഞ്ചിലാണ് സെക്കൻഡ് സർവീസിനായത്. ഓവറോൾ എങ്ങനെയാണ്? സാറ്റിസ്ഫൈഡ് ആണോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫീച്ചർ ഇതിൽ വന്നാൽ കൊള്ളാം എന്നുള്ളത് അങ്ങനെ തോന്നിയോ? ഒട്ടുമിക്ക ഫീച്ചേഴ്സ് എല്ലാം ആ ഒരു ടൈമിൽ ഇറങ്ങിയ എല്ലാ വണ്ടി നെക്കാളും ഫീച്ചേഴ്സ് കൂടുതൽ ഇതിലുണ്ടായിരുന്നു. അത് കുറേ വണ്ടീസ് ആകുമ്പോൾ എല്ലാ ഫീച്ചർ റിച്ച് ആയിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഫീച്ചർ വൈസ് ഭയങ്കര സാറ്റിസ്ഫൈ ആയിരുന്നു. ഒരു ഫീച്ചർ കൂടി വേറെ ലൈക്ക് നമ്മുടെ ആൻഡ്രോയിഡ് കാർപ്ലേ ഇല്ലേ, അതിപ്പോൾ വയേർഡാണ് വരുന്നത്. അത് മാറ്റിയിട്ടൊരു ആ ടൈമിലും ഒരു എന്താ പറയുക അല്ലാത്ത കണക്റ്റഡ് ലൈക്ക് ബ്ലൂടൂത്ത് ആയി കണക്റ്റഡ് ആൻഡ്രോയിഡ് കാർപ്ലേ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. അത് മാത്രമേ ഒരു ഇതായി തോന്നിയിട്ടുള്ളൂ. കാരണം അതിന് ശേഷം ഇറങ്ങിയ വണ്ടികളൊക്കെ അല്ലാത്ത വരുന്നത്. ടോപ്പ് സ്പീഡ് പറയുമ്പോൾ ഒരു എത്ര വരെ പോയി? 160. സ്റ്റേബിൾ ആണോ? 160 പോയതും 4 ആൾക്കാരുണ്ടായിരുന്നു വണ്ടിയിൽ. അതുകൊണ്ട് തന്നെ വണ്ടി നല്ല റോഡിൽ അങ്ങനെ പതഞ്ഞിരുന്നിട്ടാണ് പോയത്. ആണ് കംഫർട്ടായിരുന്നു. അതിലേക്ക് ഒരു ഷെയ്ക്കോ അല്ലെങ്കിൽ നമ്മൾ ഒരു ഡിസ്കംഫോർട്ട് പോലെ ഒന്നും ഫീൽ ചെയ്തില്ല. വേറൊരാൾക്ക് സജസ്റ്റ് ചെയ്യുമോ? ഡെഫിനറ്റ്ലി. ഏറ്റവും പുതിയ കീഴിൽ കുറച്ചുകൂടെ ഫീച്ചേഴ്സ് ഉണ്ട് തോന്നുന്നല്ലേ? അതെ, ഏറ്റവും അതായത് പുതിയ മോഡൽ കീഴിൽ പാനോറമിക് സൺറൂഫ്, പിന്നെ അഡീഷണൽ ADAS ഫീച്ചേഴ്സ് വരുന്നുണ്ട്. സാധാരണ പൊതുവെ എല്ലാവരും ഇങ്ങനെ ഒരു വലിയ വണ്ടി എടുക്കുമ്പോൾ ഡീസലിലേക്കാണ് പോവുക. അപ്പം ഡീസൽ എടുക്കാതെ പെട്രോൾ എടുത്തതിന് എന്തെങ്കിലും ആ ഒരു ഇഷ്യൂ ഒന്നുണ്ടായിരുന്നല്ലോ, ഡീസൽ ബാൻ ചെയ്യാൻ പോവാണ് അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഗവൺമെന്റ് ഭാഗത്ത് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അത് മുൻകൂട്ടി കണ്ടിട്ടാണ് അതൊരു ഫാക്ടറാണ്. പിന്നെ അധികം ഞങ്ങൾ ഇത് എടുക്കാറില്ല വണ്ടി. 2 years കൊണ്ട് ഇപ്പം ഓടിയുണ്ട്, നല്ല ഓട്ടം ഓടിയുണ്ട്. പക്ഷേ കമ്പനി നോക്കുകയാണെങ്കിൽ ഒരു ഡീസൽ വണ്ടി എടുത്ത് ഓടേണ്ടതായ അത്ര ഓട്ടമൊന്നും പൊതുവെ വരാറില്ല. കാരണം വീക്ക്ലി എടുത്താലായി, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയൊക്കെ എടുക്കാറുണ്ട്, ഡെയിലി എടുക്കാറുണ്ട്. പക്ഷേ കൂടിപ്പോൾ ഒരു 5-6 കിലോമീറ്ററൊക്കെ ഓടും. ഇപ്പോൾ ഡെയിലി എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു ആവറേജ് നോക്കുകയാണെങ്കിൽ, ഡെയിലി എടുക്കുന്ന രീതിയിൽ ആവറേജ് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു 4 to 5 അല്ലെങ്കിൽ ആ ഒരു ഡെയിലി ഓടും വണ്ടി. അല്ലാത്ത പക്ഷേ ലോങ് പോകുമ്പോൾ മാത്രമേ ഉള്ളൂ. പിന്നെ വണ്ടി വീട്ടിൽ തന്നെ എപ്പോഴും ഉണ്ടാവാറ്. അങ്ങനെ എടുത്ത് ഡെയിലി കോഴിക്കോട് ലൈക്ക് 30 കിലോമീറ്റേഴ്സ് 30+ കിലോമീറ്റേഴ്സ് ഓടുന്ന ഒന്നുമില്ല. എപ്പോഴെങ്കിലൊക്കെ ഓടിയല്ലേ അങ്ങനെ ഉള്ളൂ. പക്ഷെ എന്നാലും എടുത്തതിന് ശേഷം ഓടിയിട്ടുണ്ട് വണ്ടി. എടുക്കുന്നതിന് മുന്നുള്ള അഭിപ്രായമല്ലായിരുന്നു എടുത്തതിന് ശേഷം. പിന്നെ കുറച്ചുകൂടി കാമാണ് വണ്ടി പെട്രോൾ ആയതുകൊണ്ട് തന്നെ. ഒരു എൻജിൻ്റെ സൗണ്ടോ വൈബ്രേഷനോ കാര്യങ്ങളൊന്നും ഉള്ളോട്ടില്ലായിരുന്നു ഡീസൽ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം. അതാണ് ഒരു മെയിൻ ഫാക്ടർ. വേറൊരു ഫാക്ടർ ഞാൻ കണ്ടത്. പിന്നെ ഒബ്വിയസ്ലി മൈലേജ് നോക്കുമ്പോൾ അതാണ് ഏറ്റവും ബെറ്റർ. അതായത് അറൗണ്ട് ഒരു 20 അടുത്ത് മൈലേജ് ആയി കിട്ടുന്നുണ്ട് ഡീസലാകുമ്പോൾ. അത് വെച്ച് നോക്കുമ്പോൾ ഇതിന് കുറവാണ്. പക്ഷെ എന്നാലും യാത്രാസുഖം കൊണ്ടും ആ ഒരു എൻജിൻ്റെ വൈബ്രേഷനും കാര്യവും സൗണ്ടും തീരെ എഫക്റ്റ് ചെയ്യാറില്ല. നമുക്ക് ലോങ് പോകുന്നു വണ്ടി ഭയങ്കര കാമായിരിക്കും, സുഖമായിട്ട് ഓടിച്ചു പോവുക. ഇതിന് മുമ്പ് യൂസ് ചെയ്തത് ഐട്ടണല്ലേ? അതെ, ഒരു 10-15 കൊല്ലമായിട്ട് കൊറിയൻസിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. അതെ. എന്തെങ്കിലും സ്പെസിഫിക് റീസൺ ഉണ്ടോ അതിന്? അല്ലെങ്കിൽ സ്പെസിഫിക് റീസൺ വൈസ് പറഞ്ഞാൽ അതല്ലേ, ഫീച്ചേഴ്സ് കൊണ്ട് റിച്ചാണ് കൊറിയൻ വണ്ടീസ്. എപ്പോഴും ഒരു കൂടി മുന്നോട്ട് എപ്പോഴും ചിന്തിച്ചിട്ട് അവർ വണ്ടി ഇറക്കുന്നത്. അൺലൈക്ക് ബാക്കി അത് ഇന്ത്യൻ ബ്രാൻഡ്സ് ആണെങ്കിലും ഇപ്പം ഇന്ത്യൻ ബ്രാൻഡ്സ് മാറി വരുന്നുണ്ട്. പക്ഷേ ആ ടൈമിലാണെങ്കിൽ പോലും കുറച്ചുകൂടി ഒരു കൂടി മുന്നിലേക്ക് എപ്പോഴും ചിന്തിച്ച് ഒരു ഫോർവേഡ് തിങ്കിങ് ആണ് എപ്പോഴും ഈ കൊറിയൻ വണ്ടിക്ക് ഉണ്ടാവുക. പിന്നെ അപ്ഡേറ്റഡ് ആയിരിക്കും.
ഒരു ടൈം പീരീഡ് കഴിഞ്ഞാൽ പിന്നെ അപ്പം തന്നെ അവർ വണ്ടി അപ്ഡേറ്റ് ചെയ്യും. ലൈക്ക് ഇപ്പോൾ ഇത് തന്നെ ഒരു കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞപ്പം സെൽറ്റോസ് നേരെ അവർ അപ്ഡേറ്റ് ചെയ്തു, പുതിയ വേരിയൻ്റായിരുന്നു. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഹ്യുണ്ടായി ആണെങ്കിലും ഇപ്പോൾ കാണുന്ന വണ്ടി ആയിരിക്കില്ല ഒരു 6-7 അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞാലും അവർ അപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്യും, അതിൻ്റെ അടുത്ത വേരിയൻ്റ് ഇറക്കും. അങ്ങനെ ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. ഓരോ വട്ടം അപ്ഡേറ്റ് ചെയ്യുമ്പോഴും ഓരോരോ ഫീച്ചേഴ്സ് കൂട്ടി വരികയും ചെയ്യും. ആ ഉണ്ട്. ആക്ച്വലി അത് എടുക്കുമ്പം ഓഫേഴ്സ് ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ ഓഫർ കിട്ടിയിട്ടുണ്ടായിരുന്നു വണ്ടി എടുത്തപ്പോൾ. കോഴിക്കോട് അതെ, നല്ല സർവീസും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് എന്താ പറയുക, നല്ല രീതിയിൽ തന്നെയാണ് അവർ കാര്യങ്ങളൊക്കെ ചെയ്യാറ്. ലൈക്ക് അനാവശ്യമായിട്ടൊരു ബില്ലിട്ടിട്ട് എനിക്ക് ഇതുവരെ പേഴ്സണലി വന്നിട്ടില്ല. ഞാൻ 2ാം സർവീസിന് എനിക്ക് വന്നത് അറൗണ്ട് 11,000 to 12,000 ആ ഒരു റേഞ്ചിലാണ് വന്നത്. അതല്ലാതെ അത്രയോ അതിനനുസരിച്ചുള്ളത് ചെയ്തിട്ടുണ്ടായിരുന്നു. ബില്ല് കയ്യിലില്ല, ഞാൻ പറഞ്ഞത് തന്നെ. അതിനനുസരിച്ച് സർവീസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു വണ്ടിക്ക് വേണ്ടിയിട്ടുള്ള. നമ്മൾ യൂസ് ചെയ്യുന്നൊരു സോണറ്റ് ഉണ്ടായിരുന്നു ഡീസൽ. അപ്പോൾ ഡീസലിന് നമുക്കൊരു എനിക്ക് തോന്നുന്നൊരു മാക്സിമം ബില്ല് വന്നിട്ടുള്ളത് 6,500 7,000. ഇപ്പോൾ ഡീസലും പെട്രോളും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പെട്രോളിന് റേറ്റ് കുറവാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്തെങ്കിലും പാർട്സ് മാറ്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പാഡോ കാര്യങ്ങളോ മാറി, ബ്രേക്ക് പാഡ് എന്തായാലും മാറിയിട്ടുണ്ടാവും. മാറ്റാനായോ? ഉണ്ടാവാം, 20 yearsലാവില്ല. വേറെ എന്തൊക്കെയാണ് മാറിയിട്ടുള്ളത് ചിലപ്പം ഓരോ വണ്ടീൻ്റെ പേരിനനുസരിച്ച് പാർട്സിൻ്റെ റേറ്റ് പറയുമല്ലോ, അപ്പോൾ അതിലൊന്ന് ഡിഫറൻസ് ആയിരിക്കും ഇത്ര എമൗണ്ട് ആയത്. പക്ഷെ എന്നാൽ എനിക്കത് വലിയൊരു എമൗണ്ട് ആയിട്ട് തോന്നിയിട്ടില്ല. ഞാൻ അത് ഫസ്റ്റ് സർവീസിനല്ലോ, ഫസ്റ്റ് സർവീസ് എനിക്ക് ആകെ ആയത് 3,700 ഉള്ളൂ. ഇത്ര വലിയ വണ്ടി എടുത്തിട്ടും എനിക്കൊരു അത്ര എമൗണ്ട് ആയിട്ടില്ലായിരുന്നു. സെക്കൻഡ് വന്നപ്പോഴാണ് ഒരു 20,000 എത്തിയപ്പോഴാണ് എനിക്ക് അത്ര എമൗണ്ട് വന്നത്. ലോങ് എവിടെ ഏറ്റവും പോയിട്ടുള്ളത്? ലോങ് എന്ന് പറയാൻ കൊച്ചി ആയിരിക്കും. പക്ഷേ ലോങ് ഡ്രൈവ്സ് ഇതുവരെ പോയിട്ടില്ല. ഏറ്റവും കൂടുതൽ പോയിട്ടുണ്ടാവും കൊച്ചി, ആ ഭാഗത്തേക്കാണ് കൂടുതൽ ഡ്രൈവ് ചെയ്ത് പോയിട്ടുള്ളത്. സൺറൂഫ് ഒക്കെ യൂസ് ചെയ്യാറുണ്ടോ? സൺറൂഫ് ഇടയ്ക്ക്, എനിക്ക് അതിൻ്റെ ആവശ്യം വരെ വന്നിട്ടില്ല. പിന്നെ വേറെ ഇതുണ്ട് ഇതിന്, അതായത് നമ്മൾ ഈ സൺറൂഫ് മൊത്തം അടച്ചിട്ടില്ലെങ്കിൽ ഇതിൻ്റെ സർക്കുലേഷൻ മാറും AC-ൻ്റെ. ലൈക്ക് പെട്ടെന്ന് നമുക്ക് നോട്ട് ചെയ്യില്ല. നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും മൊത്തം ലോക്കായിട്ട് അടച്ചിട്ടുണ്ടെന്ന് ഈ സൺറൂഫ്. ഇത് അല്ലാത്ത പക്ഷം നമ്മൾ എത്ര മാറ്റിയാലും ഇത് സർക്കുലേഷൻ മാറിക്കൊള്ളു. ഇപ്പോൾ ഇന്നുള്ള സർക്കുലേഷൻ മാറി അത് സ്റ്റേബിളായിട്ട് നിൽക്കില്ല. നമ്മളൊരു കംപ്ലൈൻ്റ് ആണെന്നുള്ളത്. ആക്ച്വലി അതൊരു ഫീച്ചറാണ്. ലൈക്ക് അത് ഓപ്പൺ ആയ അതേ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അവരത് മാറുന്ന ആ ഡിലേ മോഡിലേക്ക്.